അതെ, നമ്മുടെ ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എവിടെയോ എന്തോ ഒരു കുഴപ്പം. യു മീൻ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി? ഒന്നെങ്കിൽ കിങ് ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ നകുലിനെ കൊല്ലും. നമുക്ക് നകുലനെ എങ്കിലും രക്ഷിച്ചേ പറ്റൂ. ഹലോ, ഞാനിവിടെ കോഫി ഷോപ്പിലുണ്ട്. അവിടെ നിൽക്കുവാണോ? ആ, കേറി വാ. റൂം നമ്പർ 510. അയ്യോ, റൂമിലേക്കൊന്നും ഞാനില്ല. അതെ, എനിക്ക് താഴോട്ട് ഇപ്പൊ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ പൈസ കൊടുക്കാനുള്ള ഒരു ടീം അവിടെ ഇരിപ്പുണ്ട്. ഒന്നുകിൽ അവന്മാര് പോണവരെ താനോടെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ കയറി പോലെ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. താൻ ഏത് കാലത്താണോ ചോദിക്കുന്നത്? ഇവിടെ നിന്ന് എത്ര പേര് കാണാൻ വരുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട്? താൻ കയറി വാടൂ. റൂമിലാവുമ്പോ ഞാനും കുറച്ച് റിലാക്സ്ഡ് ആവും. നമുക്ക് 2 പാട്ടൊക്കെ പാടി അങ്ങ് ഇരിക്കാന്നേ. ഓക്കെ. ഡോക്ടർ രവി. അറിയാം. നമുക്ക് അങ്ങോട്ടിരുന്നാലോ? ഇവിടെ അത്ര കംഫർട്ടബിൾ ആവില്ല. ഓക്കെ. സോറി ഡോക്ടറെ, ഡോക്ടറുടെ റൂമിലിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു ചടപ്പും ചമ്മലും ഒഴിവാക്കാനാണ് ഞാൻ ഇങ്ങോട്ട്. അതിനെന്താ, ഒരു കുഴപ്പമില്ല. ബാത്റൂമിൽ വരെ ഇരുന്ന് ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ. വെറുതെ സംസാരിക്കുക, അതാ എനിക്കും വേണ്ടി. ഞാൻ പേഷ്യൻ്റൊന്നും അല്ല കേട്ടോ, അറിയാമല്ലോ. എൻ്റെ അടുത്ത് വരുന്ന ഏകദേശം എല്ലാ ആൾക്കാരും വെറുതെ സംസാരിക്കാൻ വരുന്നവരാ, പേഷ്യൻസ് ഒന്നുമല്ല. ബോബി ഡോക്ടർ പറഞ്ഞായിരുന്നു, അതാ സാറിന് തന്നെ. ഞാനൊരു കഥ പോലെ പറയാം. നെൽസൺ മാത്യു എന്ന എൻ്റെ പേര്. 43 വയസ്സ്. ഇടുക്കിയിലെ മുള്ളന്തണ്ടിലാണ് ജനിച്ചത്. അവിടെ തന്നെ ചെറിയ റോഡ് കോൺട്രാക്റ്റൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. അയ്യോ, ഞാൻ ചോദിക്കാൻ മറന്നു, എന്നതാ കുടിക്കാൻ? ഞാൻ ബ്രാൻഡിയാ. ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം നിർബന്ധമാണെങ്കിൽ. ജയ, കിട്ടുവിനോട് പറഞ്ഞിട്ടേ ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞ് ലൈം ജ്യൂസ്. ആ, സ്ഥിരമായി വരാറുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതെൻ്റെ ഹോട്ടലാണ്. ഓ, അതറിയില്ലായിരുന്നു. ഇന്ന് 1-ാം തീയതിയല്ലേ? കേരളത്തിൽ ഇന്ന് ഏറ്റവും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം ഇതാ. അതാ ഞാൻ ഇങ്ങോട്ട്. യെസ് നെൽസൺ, പറയൂ. നല്ല ജീവിതമായിരുന്നു സാറേ. ചെറിയ നിലയിൽ നിന്ന് കയറി കയറി വന്ന് ഇങ്ങനൊക്കെ ആയി. നല്ല വരുമാനം, നല്ല ഭാര്യ, കുട്ടികൾ, നല്ല വീട്, കാറുകൾ, എല്ലാം നല്ലതായിരുന്നു. ഓ, ഐ എം സോറി, ഞാൻ സൈലൻ്റ് ആക്കാം. അല്ലല്ല, എടുത്തോ, സംസാരിച്ചോ, കുഴപ്പമില്ല. അങ്ങനല്ല, അത് പാടില്ല എന്നാണ്. പറയൂ. 2 മാസങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ അന്ന്, നമ്മുടെ ഇവിടെ ഹയാത്ത് ഹോട്ടലിൽ വെച്ചൊരു പാർട്ടി. അവിടെ വെച്ച് ഞാൻ നമ്മുടെ ആക്ടർ അർജുൻ ദാസിനെ പരിചയപ്പെടുന്നു. ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് സെറ്റായി. പുള്ളി ഇടുക്കിക്കാരനുമാണല്ലോ. എനിക്കും ചെറിയ ആരാധനയൊക്കെ ഉണ്ടായിരുന്നെന്ന് കൂട്ടിക്കോ. അയാളുടെ ഈ മിമിക്രിയും ചിരിയും തമാശയും. എന്നേക്കാൾ കൂടുതൽ സെറ്റായത് പിള്ളേരാ. അവർക്ക് വലിയ ഇഷ്ടം. ഞങ്ങൾ പെട്ടെന്നങ്ങ് അടുത്തു. ഞങ്ങളുടെ ഫാമിലികൾ തമ്മിൽ നല്ല ചേർച്ചയിലായി. നല്ലൊരു കൊച്ച അയാളുടെ ഭാര്യ മായ. പിള്ളേരും അതെ, പ്രത്യേകിച്ചും ആ ഇളയത് അച്ചു. താങ്ക്സ്. ഞങ്ങളെവിടെയെങ്കിലുമൊക്കെ പുറത്തു പോകുമ്പോൾ ഞങ്ങളുടെ മക്കളെ നോക്കാനിരിക്കുന്ന ആയക്കും പിന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്ന സാറിനെയൊക്കെ നോക്കാൻ വേണ്ടി
ഒരു കരുതലിന് ഞാൻ വെപ്പിച്ചതാ ഞങ്ങളുടെ ലിവിങ് റൂമിലെ CCTV. പിന്നെ അതവിടെ ഇരിക്കുന്ന കാര്യം ഞങ്ങളങ്ങ് മറന്നു. ബെഡ്റൂമിലൊന്നും അല്ലല്ലോ. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ കമ്പനിയിൽ നിന്ന് ആനുവൽ മെയിൻ്റനൻസിന് വന്നപ്പോൾ വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയതാ അതിൽ റെക്കോർഡായ വീഡിയോകൾ. ഞാനില്ലാത്ത സമയങ്ങളിൽ എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിലായിരിക്കുമ്പോൾ ഈ അർജുൻ ദാസിൻ്റെ ഭാര്യയെ കാണാൻ വരും. എൻ്റെ ഭാര്യയെ കാണാൻ ഇച്ചിരി നല്ലതാണ് സാറേ. പാവപ്പെട്ട വീട്ടിലായിരുന്നു, പക്ഷെ കാണാൻ നമ്മുടെ പഴയ ശോഭനയുടെ ഒരു സൈഡ് കട്ടൊക്കെ ഉണ്ട്. കാണാൻ മാത്രമല്ല സാറേ, അവൾ നല്ലതായിരുന്നു. ഇവനാ ഞാൻ വലിയ നിറവൊന്നുമില്ല കാണാനും. അവൻ 6 പാക്കാ, ഗ്ലാമറാ, തമാശയൊക്കെ പറയും. പക്ഷെ ഞാൻ നല്ലൊരു കെട്ടിയോനാ സാറേ, നല്ലൊരു അപ്പനും. അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെ തന്നെ. ഈ 2 മാസം കൊണ്ട് അവൻ എൻ്റെ അടുത്ത സുഹൃത്തായതാ. എനിക്ക് വലിയ ആത്മാർത്ഥതയായിരുന്നു സാറേ. അവൻ എന്നോടിങ്ങനെ, ഞാൻ അവനൊരു കൂട്ടുകാരനായിട്ട് കണ്ടതല്ലേ. സാറേ, ഡോക്ടറെ, ഞങ്ങളെന്നും മക്കളോട് ഒരുമിച്ചിരുന്ന് TV കാണാറില്ല. ഞങ്ങളുടെ സോഫയിൽ അവർ രണ്ടുപേരും എൻ്റെ സോഫയല്ലേ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി വാങ്ങിച്ച സോഫയാ. ഇവിടെ അടുത്തുനിന്ന് എൻ്റെ ബെഡ്റൂമിലവൻ, എൻ്റെ ബാത്റൂമിലവൻ കുളിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ ടൗവിലും അവക്കങ്ങനെ ഒരു ഇഷ്ടം വന്നത് ഞാൻ അറിഞ്ഞില്ല. സത്യം, ഒരു മാറ്റമില്ലായിരുന്നു ഒന്നിനും. അവള് പഴയതുപോലെ തന്നെ എൻ്റെ അടുത്ത്. അത് ഓർക്കുമ്പോഴാണ് തകർന്നു പോകുന്നത്. അങ്ങനെയൊക്കെ പറ്റുമോ? പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോഴാണ്. അവർ രണ്ടുപേരും അമ്മക്കുട്ടികളാണ്. പക്ഷെ അവളുമായിട്ട് ഇനി അവക്കിപ്പോ അവൻ്റെ മണമാണ്.